നിങ്ങളുടെ പീരിയഡ്സ് വരാനിരിക്കുന്ന ദിവസങ്ങളില് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ തിരിച്ചറിയാൻ പറ്റാത്തതായിട്ട് തോന്നിയിട്ടുണ്ടോ? നിങ്ങളുടെ ഉള്ളിലെ നാഗവല്ലി പുറത്തു വരുന്നതായിട്ട്? കാരണമില്ലാത്ത ആങ്സൈറ്റി, പെട്ടെന്ന് ദേഷ്യം വരിക, ചെറിയ കാര്യങ്ങൾക്ക് പോലും കരയുക. ഇത് ഹോർമോൺസ് മാത്രമല്ല. ഇതിന് PMDD എന്ന് പറയുന്നൊരു കണ്ടീഷനാണ്. പ്രീ മെൻസ്ട്രൽ ഡിസ്ഫോറിക് ഡിസോർഡർ. അപ്പം PMDD എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ തെറ്റായി മനസ്സിലാക്കുകയും ഡയഗ്നോസ് ചെയ്യപ്പെടാതെ പോവുകയും ചെയ്യുന്ന ഒരു അസുഖമാണ്. ഇത് സാധാരണ വരുന്ന PMS, പ്രീ മെൻസ്ട്രൽ സിംറ്റം, അതിനേക്കാളും വളരെ സിവിയർ ആയിട്ടുള്ള അവസ്ഥയാണ്. സാധാരണയായിട്ടുള്ള സിംറ്റംസ് പീരിയഡ് തുടങ്ങുന്നതിനൊരു ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച മുമ്പ് തുടങ്ങും. പിന്നീട് പീരിയഡ് തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഈ സിംറ്റംസ് പതുക്കെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ PMDD ഉള്ള സ്ത്രീകളിൽ നമ്മൾ കാണുന്ന ലക്ഷണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള മൂഡ് സ്വിങ്സ്, ആങ്സൈറ്റി, ഡിപ്രഷൻ, പെട്ടെന്ന് ദേഷ്യം വരിക, ഇറിറ്റബിലിറ്റി, കോൺസെൻട്രേഷൻ കുറയുക, ഉറക്കത്തിലുള്ള പ്രശ്നങ്ങൾ, ഭയങ്കര ക്ഷീണം, വയറിനൊരു വീർപ്പ്, പിന്നെ ബ്രസ്റ്റിന് പെയിന്. അപ്പം ചിലർക്ക് ഇങ്ങനെ ഹോപ്പ്ലെസ്നെസ് വരെ തോന്നും. അപ്പോൾ പല സ്ത്രീകൾ പറയുന്ന കാര്യമുണ്ട്, ഈ മാസത്തിൽ ഒരാഴ്ച ഞാൻ വേറൊരാളായി മാറിയതുപോലെ തോന്നുന്നു. അത് കഴിയുമ്പോഴത്തേക്കും ഓക്കെ ആവും. അത് മെൻസ്ട്രൽ സൈക്കിളിൻ്റെ കൂടെ വരികയും അതിൻ്റെ ഒപ്പം പോവുകയും ചെയ്യുന്നതിനാൽ വർഷങ്ങളോളം പലരും ഇത് മിണ്ടാതെ അങ്ങ് സഹിച്ചു പോകും. കാരണം ഇത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് ശരിയാവുമല്ലോ. അപ്പം ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്നുള്ളത് സയൻറ്റിഫിക്കായിട്ട് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ പറയുന്നത് ഈ ഹോർമോണൽ ചേഞ്ചസിനോട് നമ്മുടെ ബ്രെയിൻ പ്രതികരിക്കുന്നതനുസരിച്ചാണെന്നാണ്, അതിൻ്റെ സെൻസിറ്റിവിറ്റി ഹോർമോൺസിനോടുള്ള. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ PMDD ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ ഇടയിലുള്ള പല സ്ത്രീകളും അത് അനുഭവിക്കുന്നുണ്ട്. ഇത് ലേസിനെസ് അല്ല, വീക്ക്നെസ് അല്ല, ഓവർ റിയാക്ടിങ് അല്ല. ഇതിനെല്ലാം സഹായവും ചികിത്സയൊക്കെ ലഭ്യമാണ്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, കോഫി കുറയ്ക്കുക, എക്സസൈസ് ചെയ്യുക, നന്നായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക, സ്ലീപ്പ് ഹാബിറ്റ് നന്നാക്കുക, സ്ട്രെസ് മാനേജ്മെൻറ്റ് ചെയ്യുക, യോഗ, കൗൺസിലിംഗ്, ആൻറ്റി ഡിപ്രസൻസ് കൊടുക്കാറുണ്ട് ഇതിന് ട്രീറ്റ്മെൻറ്റായിട്ട്, കോൺട്രസെപ്റ്റീവ് പിൽസ് കൊടുക്കാറുണ്ട്, ഹോർമോൺ തെറാപ്പി കൊടുക്കാറുണ്ട്. അപ്പം നിങ്ങളുടെ ഈ സിംറ്റംസ് നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ബന്ധങ്ങൾ, നിങ്ങളുടെ ആത്മവിശ്വാസം, നിങ്ങളുടെ ഡെയിലി ലൈഫ് എന്നിവയെ ബാധിക്കുകയാണെങ്കിൽ അതിനെ ഇഗ്നോർ ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനുള്ള സപ്പോർട്ടും ട്രീറ്റ്മെൻറ്റിനും നിങ്ങൾ അർഹരാണ്. അപ്പോൾ ഈ റീല് കണ്ടിട്ട് ഇത് നിങ്ങൾക്ക് സഹായമോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും സഹായമായി ചെയ്യുന്നതായിട്ട് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക. സൈലൻ്റ് ആയിട്ട് ഇത് സഹിക്കുന്ന ഒരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും